നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടമ്പുഴ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മരിച്ചു. കോൺഗ്രസ് നേതാവ് കൂടിയായ CJ എൽദോസ് ആണ് മരിച്ചത്. അപകടമുണ്ടായത് തിങ്കളാഴ്ച രാവിലെ 10:30 മലയൻകീഴ് കോഴിപ്പള്ളി ബൈപ്പാസ് റോഡിൽ. വധശ്രമ കേസ് പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. വാഴക്കുളം ചേന്നാട്ട് സൻസലിനെയാണ് ജയിലിലടച്ചത്. ഉത്തരവിട്ടത് ജില്ലാ കളക്ടർ പ്രിയങ്ക ജി. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് സൻസൽ. മൂവാറ്റുപുഴയിൽ ബാറ്ററി മോഷണാരോപണത്തിൽ യുവാവിനെ ആളുമാറി മർദ്ദിച്ചു. നിയമസഭയിൽ ഉന്നയിച്ച മാത്യു കുഴൽനാടൻ MLA. അഴിമതിയും അക്രമവും നടത്തുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാരിന്റേതെന്ന് MLA. ടെൻഡർ പൂർത്തിയാക്കിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. മുറിക്കല്ല് ബൈപ്പാസ് പദ്ധതിക്ക് തിരിച്ചടിയാകുന്നു. കാലതാമസം സൃഷ്ടിക്കുന്നത് രൂപരേഖയും അലൈൻമെന്റും തമ്മിലുള്ള വ്യത്യാസം. തുടർ നടപടികൾ വൈകുന്നതിൽ ആശങ്ക. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ലീഗൽ ഗാർഡിയൻഷിപ്പ് അദാലത്ത്. അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. 100ഓളം രക്ഷിതാക്കൾ ക്യാമ്പിൽ പങ്കെടുത്തു. സൺഡേ സ്കൂൾ മൂവാറ്റുപുഴ മേഖല നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടിൽ നടത്തി. ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രോപൊലീത്ത തറക്കല്ലിടിൽ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ എക്സലൻസ് 2025 അവാർഡ് ഏറ്റുവാങ്ങി വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. മന്ത്രി R ബിന്ദുവിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. വാർത്തകൾ വിശദമായി. കോതമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടമ്പുഴ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മരിച്ചു. കോൺഗ്രസ് നേതാവ് കൂടിയായ CJ എൽദോസ് ആണ് മരിച്ചത്. കോതമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടമ്പുഴ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മരിച്ചു. കോൺഗ്രസ് നേതാവ് കൂടിയായ കീരമ്പാട ഊഞ്ഞാപ്പാട മുരിയഞ്ചേരി നഗറിൽ CJ എൽദോസ് ആണ് മരിച്ചത്. മലയൻകീഴ് കോഴിപ്പള്ളി ബൈപ്പാസ് റോഡിൽ തിങ്കളാഴ്ച രാവിലെ 10:30 എൽദോസ് സഞ്ചരിച്ച ബൈക്കിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ് ഗുരുതരമായി പരിക്കേറ്റ എൽദോസിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയോടെ മരിക്കുകയായിരുന്നു. കവളിങ്ങാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, എന്റനാട് ഹൈപ്പവർ കമ്മിറ്റി അംഗം എന്നീ നിലകളിലും എൽദോസ് പ്രവർത്തിച്ചു വരികയായിരുന്നു. വധശ്രമ കേസ് പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. മഞ്ഞള്ളൂർ വാഴക്കുളം ചേന്നാട്ട് വീട്ടിൽ സൻസലിനെയാണ് കാപ്പ ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിൽ അടച്ചത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി M ഹേമലതയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ പ്രിയങ്ക ജിയാണ് ഉത്തരവിട്ടത്. കോട്ടയം ജില്ലയിലെ രാമപുരം പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കൊലപാതക ശ്രമം, അടിപിടി, ദേഹോപദ്രവം, കഞ്ചാവ് ഉപയോഗം, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു. 2025 മെയ് മാസം കല്ലൂർക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് കാപ്പ ചുമത്തിയത്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴയിൽ ബാറ്ററി മോഷണാരോപണത്തിൽ യുവാവിനെ ആളുമാറി മർദ്ദിച്ച വിഷയം നിയമസഭയിൽ ഉന്നയിച്ച മാത്യു കുഴൽനാടൻ MLA. സാർ, ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ പോലീസ് നയത്തെ കുറിച്ചാണ്, നിങ്ങളുടെ പോലീസിനോടുള്ള സമീപനത്തെ കുറിച്ചാണ്. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുമായിരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. ഞാനിപ്പോ ഇവിടെ ഒരുപാട് ഇൻസിഡന്റ് പറഞ്ഞുകൊണ്ട് എല്ലാം ആവർത്തിച്ച് പറയുന്നില്ല. ഞാൻ എന്റെ നിയോജകമണ്ഡലം മൂവാറ്റുപുഴയിൽ നടന്ന ഒരു സംഭവം മാത്രം പറയാം. സാർ, ഒരു സാധാരണ ചെറുപ്പക്കാരൻ, അധ്വാനിച്ച് ജീവിക്കുന്ന അമൽ ആന്റണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അവന്റെ വീട്ടിലെ ഇൻവെർട്ടർ കേടായ ബാറ്ററി രാവിലെ ഒരു കടയെ കൊണ്ട് വിറ്റിട്ട് അവൻ പണിക്ക് പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ അവന്റെ അമ്മയുടെ കൂടെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പോലീസ് വന്ന് ഇരച്ചു കയറി അവനെ പിടിച്ചുകൊണ്ടു. എന്തിനാണ് എന്റെ മകനെ കൊണ്ടുപോകുന്നതെന്ന് അമ്മ ചോദിച്ചു. അമ്മ പറഞ്ഞു, നിങ്ങളുടെ മകൻ ബാറ്ററി മോഷണ കേസ് പ്രതിയാണെന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞു, ബാറ്ററി കൊണ്ടുപോയത് ഞാനിവിടെ കാലങ്ങളായി ഉപയോഗിക്കുന്ന ഇൻവെർട്ടറിലെ ബാറ്ററിയാണ് കൊണ്ടുപോയത്, എന്റെ മകനെ കൊണ്ടുപോകില്ല എന്ന് കരഞ്ഞു പറഞ്ഞു. വലിച്ചഴിച്ചു കൊണ്ടുപോയി അവനെ ജീപ്പിൽ വെച്ച് മർദ്ദിച്ച്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച്, അവൻ ബാറ്ററി മോഷ്ടിച്ചു എന്ന് പറയാൻ അവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോ പരാതി കൊടുത്തയാള് വാറണ്ടി പേപ്പറുമായി വന്നു. സാർ, അപ്പൊ അദ്ദേഹത്തിന്റെ ബാറ്ററി 3 വർഷം മുമ്പ് വാങ്ങിയ ബാറ്ററിയാണ്. ഇദ്ദേഹം വിറ്റു എന്ന് പോലീസ് ആരോപിച്ച ബാറ്ററി 10 വർഷം പഴക്കമുള്ള ബാറ്ററി, നീ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഇതിനെതിരെ പരാതിയുമായ വീട്ടുകാർ വന്നപ്പോ അന്നേരം ആ വീട്ടിലേക്ക് ചെന്ന ആരാന്നറിയോ? ബിജു ഭാസ്കർ എന്ന് പറയുന്ന CPM നേതാവ് നേരെ ആ വീട്ടിലേക്ക് വന്നു. പോലീസിനെതിരെ പരാതി കൊടുക്കരുത്, നമുക്ക് സെറ്റിൽ ചെയ്യാം, പൈസ തരാം. നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ നേതാക്കന്മാരും ഇതുപോലുള്ള പോലീസിന്റെ കാര്യങ്ങൾക്ക് അച്ചാരം പിടിച്ച് നടക്കുകയാണ്. സാർ, മുറിക്കലിലെ ബൈപ്പാസ് ടെൻഡർ പൂർത്തിയായെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകാത്തത് തിരിച്ചടിയാകുന്നു.
രൂപരേഖയും അലൈൻമെന്റും തമ്മിലുള്ള വ്യത്യാസമാണ് പദ്ധതിക്ക് കാലതാമസം സൃഷ്ടിക്കുന്നത്. ടെൻഡർ പൂർത്തിയാക്കി 6 മാസം പിന്നിട്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകാത്തത് മുടക്കല് ബൈപ്പാസ് പദ്ധതിക്ക് തിരിച്ചടിയാകുന്നു. എഗ്രിമെന്റ് വൈകിയാൽ പദ്ധതി വീണ്ടും ടെൻഡർ ചെയ്യേണ്ടി വരും. ഇത് പദ്ധതി അനന്തമായി നീണ്ടുപോകുന്നതിനും കാരണമായേക്കും. രൂപരേഖയും അലൈൻമെന്റും തമ്മിലുള്ള വ്യത്യാസമാണ് കാലതാമസം സൃഷ്ടിക്കുന്നത്. രൂപരേഖയ്ക്ക് അനുയോജ്യമായ വിധത്തിലല്ല അലൈൻമെന്റ് തയ്യാറാക്കലും ഭൂമി ഏറ്റെടുക്കലും നടന്നിരിക്കുന്നത്. രൂപരേഖയിൽ ഇതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുകയോ കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ട അവസ്ഥയോ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മുടക്കല് ബൈപ്പാസിന്റെ പ്രോജക്ട് എക്സിക്യൂഷൻ ഡോക്യുമെന്റ് അംഗീകരിക്കുന്നതിനായി കാലതാമസമുണ്ടായിട്ടുണ്ടെന്ന് KRFBയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ കരാർ കമ്പനിയുമായി ഫേം കാലാവധി 20 വരെ നീട്ടിയിട്ടുണ്ടെന്നും KRFB അധികൃതർ വ്യക്തമാക്കി. മൂവാറ്റുപുഴയുടെ ചിരകാല സ്വപ്നമായിരുന്ന മുടക്കല് ബൈപ്പാസിന്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞ മാർച്ചിലാണ് പൂർത്തിയായത്. 4 മാസം വരെയാണ് കരാർ കമ്പനിയുമായുള്ള ഫേം കാലാവധി. എന്നാൽ 6 മാസമായിട്ടും തുടർ നടപടികൾ വൈകുന്നതിൽ ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ലീഗൽ ഗാർഡിയൻഷിപ്പ് അദാലത്ത് സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. ജോഷുവ ആൻഡ് ജോക്കുട്ടൻ ഫൗണ്ടേഷൻ, പരിവാർ, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ലീഗൽ ഗാർഡിയൻഷിപ്പ് അദാലത്ത് സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. എപ്പോഴും മറന്നു പോകുന്ന ആളുകൾ ഈസിലി മറന്നു പോകുന്ന ഒരു വിഭാഗം ആളുകൾ തന്നെയാണല്ലോ ഡിസേബിളായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന് ഡിസേബിളായിട്ടുള്ള ആളെന്ന നിലയ്ക്കും ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഹിയറിംഗ് വളരെ ഒരു ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഒരുക്കുന്നതിന് ഇത്ര സൗകര്യങ്ങൾ ചെയ്തതിന് ഞങ്ങളുടെ ഭാഗത്തുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ, സ്ഥിരം സമിതി അധ്യക്ഷ സാറാമ ജോൺ, ലീഗൽ ഗാർഡിയൻഷിപ്പ് ജില്ലാ കോർഡിനേറ്റർ എലിസബത്ത്, ജോയിന്റ് BDO TV പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. 100ഓളം രക്ഷിതാക്കൾ ക്യാമ്പിൽ പങ്കെടുത്തു. മലങ്കര ജേക്കബൈറ്റ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖല ചാത്തമറ്റത്ത് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ നടത്തി. MJSSI പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രോപൊലീത്ത തറക്കല്ലിടൽ നിർവഹിച്ചു. ഫാദർ ഗീവർഗീസ് ബൂക്കുന്നേൽ, ഫാദർ ജോർജ് കുര്യൻ കോട്ടക്കുടിയിൽ, MJSSI ട്രഷറർ എൽദോ ഐസക്, ഡയറക്ടർ കുര്യൻ വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ എക്സലൻഷ്യ 2025 മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങി വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി R. ബിന്ദുവിൽ നിന്നും വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനായി IQAC കോർഡിനേറ്റർ ഡോക്ടർ CK അനൂപ് ഏറ്റുവാങ്ങി. NAC A++, A ഗ്രേഡ് നേടിയിട്ടുള്ള സ്ഥാപനങ്ങളെയും NIRF, KIRF മുന്നേറ്റ സ്ഥാപനങ്ങളെയും ചടങ്ങിൽ മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. അപ്പോൾ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ. വാരപ്പെട്ടി പുള്ളുവേലിൽ R. രാജഗോപാൽ 65 നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 3-ന് വീട്ടുവളപ്പിൽ നടത്തപ്പെടും. പരേതൻ പാലാ ക്രംബ് റബ്ബർ ഫാക്ടറിയിലെ മുൻ ഉദ്യോഗസ്ഥനായും കേരള കോൺഗ്രസ് M പാലാ മണ്ഡലം പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഭാര്യ ഡോക്ടർ ശോഭ, മൂവാറ്റുപുഴ മാരിയിൽ കുടുംബാംഗം. മക്കൾ കാവ്യലക്ഷ്മി, നവനീത് കൃഷ്ണ, മരുമകൻ രാകേഷ് കൃഷ്ണൻ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.